ഇരിക്കട്ടെ, ഇമാം മഹ്ദി റളിയല്ലാഹുവിനെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ആരാണ് എന്ന വിഷയമാണ്. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഒളിവിലാണ്, കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വെളിവാകാണ്. അല്ലേ അല്ല, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ജനിക്കണം. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു എന്റെ പരമ്പരയിൽ വരുന്ന ആളാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മഹ്ദിയ്യു മിൻ ഇത്രതി മിൻ വലദി ഫാത്തിമ റളിയല്ലാഹു അൻഹ. എന്റെ പരമ്പരയിൽപ്പെട്ട ആളാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സന്താനങ്ങളിൽപ്പെട്ട മഹാനാണ്. അത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു ഇമാം മഹ്ദി റളിയല്ലാഹുവിനെ പറ്റി, ഹുവ റജുലുൻ മിൻ ഇത്രതി യുഖാതിലു അലാ സുന്നതി, എന്റെ മാതൃകയിൽ തന്നെ പോരാടും. കമാ ഖാതൽതു അന അലൽ വഹി, വഹി അനുസരിച്ച് ഞാൻ ശത്രുക്കളോട് പോരാടിയതുപോലെ, അധർമ്മം ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കിയതുപോലെ അതേ മാതൃകയിൽ എന്റെ പേരക്കുട്ടിയായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പോരാടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വിശേഷണങ്ങൾ വിശേഷിപ്പിച്ചു. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ വിശേഷണങ്ങൾ പറഞ്ഞിടത്ത് ഹദീസുകളിൽ കാണാം. മഹാനവറുകളെ പറ്റി പറഞ്ഞപ്പോ ലയബഅസന്നല്ലാഹു മിൻ ഇത്രതി റജുലൻ, എന്റെ പരമ്പരയിൽ അല്ലാഹു തആല ഒരു മഹാനെ നിയോഗിക്കും. അഫ്റഖസ്സനായ മുൻപല്ലുകൾ നല്ലവണ്ണം പ്രകാശിക്കുന്ന, അജിലൽ ജബ്ഹതി, നെറ്റി വളരെ വ്യക്തമായി വിശാലമായ നെറ്റിത്തടമുള്ള ഒരു മഹാനെ അല്ലാഹു തആല അയക്കും. യംലഉൽ അർള അദ്ല, ഭൂമി മുഴുവനും നീതിയാൽ നിറക്കും, ഭൂമി മുഴുക്കയും നീതിയാൽ നിറക്കും എന്ന് ഇമാം മഹ്ദി റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു, ഭൂമി മുഴുക്കയെന്ന് പറഞ്ഞാൽ ഭൂമി അടക്കി ഭരിക്കുന്ന ഒരാളാണ്. ഭൂമി അടക്കി ഭരിച്ചവർ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. 4 ആളുകൾ, 2 ആള് മുഅ്മിൻ, 2 ആള് കാഫിർ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്കൽ അർള അർബഅ, 4 ആളുകൾ ഭൂമി മൊത്തം ഭരിച്ചു. മുഅ്മിനാനി വ കാഫിറാനി, 2 വിശ്വാസികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ദുൽഖർനൈൻ, മറ്റൊന്ന് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. അവർക്ക് അല്ലാഹു തആല ആ ഒരു രാജാധികാരത്തിന്റെ പവർ നൽകിയിരുന്നു. ദുൽഖർനൈൻ ചക്രവർത്തി ആ ഹിജാസിന്റെ പ്രവിശ്യകളിലോ അല്ലെങ്കിൽ അറേബ്യൻ നാടുകളിലോ മാത്രമല്ല, ലോകം മടക്കി ഭരിച്ചവരിൽപ്പെട്ടവരാണ്. 2 ആള് സത്യനിഷേധികൾ എന്ന് പറഞ്ഞത് ഒന്ന് നുമ്രൂദ്,